RJD സംസ്ഥാന പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ സമവായം. ശ്രേയംസ് കുമാറിനെ എതിരെ മത്സരിക്കാൻ പത്രിക നൽകിയ 4 നേതാക്കളും പത്രിക പിൻവലിക്കും. സമവായ ചർച്ചയിൽ 4 പേരും പിന്മാറാൻ സന്നദ്ധത അറിയിച്ചു. നാളെ കോഴിക്കോടാണ് RJD സംഘടനാ തെരഞ്ഞെടുപ്പ്. വിവരങ്ങളുമായി രതീഷ് വാസുദേവൻ ചേരുന്നു. രതീഷ്, എങ്ങനെയാണ് നേതാക്കൾ ഇത്തരത്തിലൊരു സമവായത്തിലേക്ക് എത്തിച്ചേർന്നത്? RJD സംസ്ഥാന കമ്മിറ്റി തെരഞ്ഞെടുപ്പായിരുന്നു. സാധാരണഗതിയിൽ നിലവിലുള്ള സംസ്ഥാന പ്രസിഡന്റ് MV ശ്രേയംസ് കുമാറാണ്. സാധാരണ സംസ്ഥാന പ്രസിഡന്റിനെ ഔദ്യോഗിക വിഭാഗം നിർദ്ദേശിക്കുകയാണെങ്കിൽ മത്സരം ഉണ്ടാവാറില്ല പ്രസിഡന്റ് സ്ഥാനത്തേക്ക്. അതിന് പതിവിന് വിപരീതമായാണ് 4 മുതിർന്ന സംസ്ഥാന കമ്മിറ്റി നേതാക്കൾ, RJDയുടെ 4 നേതാക്കൾ ഈ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത്. ഇന്നായിരുന്നു നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കേണ്ട ദിവസം. 4 പേരാണ് കോഴിക്കോട്, മലപ്പുറം, എറണാകുളം, ഇടുക്കി ജില്ലകളിലെ നേതാവാണ്. പ്രമുഖനായ RJD നേതാവ് മനയത്ത് ചന്ദ്രൻ ഉൾപ്പെടെയുള്ള 4 പേരാണ് ഈ പത്രിക സമർപ്പിച്ചത്. തുടർന്ന് സംസ്ഥാന നേതാക്കൾ തന്നെ ഇടപെട്ട് ഇതൊരു പാർട്ടി രീതിയല്ല എന്ന രീതിയിൽ ചർച്ച ചെയ്യുകയും സമയപ്പെടുകയും ചെയ്തു. അങ്ങനെയാണ് 4 നേതാക്കളും ഈ നാമനിർദ്ദേശ പത്രിക പിൻവലിച്ചത്. RJDയുടെ കമ്മിറ്റി തെരഞ്ഞെടുപ്പ് നാളെ കോഴിക്കോട് നടക്കുകയാണ്. അതിനിടയിലാണ് ഇത്തരത്തിൽ ഒരു സംഭവം ഉണ്ടായത്. എന്തായാലും പാർട്ടിയിലെ ഉൾപാർട്ടി ജനാധിപത്യത്തിന്റെ ഭാഗമായ ചില ഇടപെടലുകൾ മാത്രമാണ് ഇതെന്നാണ് പാർട്ടി വിശദീകരിക്കുന്നതെങ്കിലും പാർട്ടിയിലെ സംഘടനാ തലത്തിലുള്ള ചില അസാരസ്യങ്ങളും ഇതിന് കാരണമായി എന്നും പറയപ്പെടുന്നുണ്ട്. സോനം. ശരി, RJD സംസ്ഥാന പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ ശ്രേയംസ് കുമാറിനെതിരെ മത്സരിക്കാൻ പത്രിക നൽകിയ 4 നേതാക്കളും പത്രിക പിൻവലിച്ചു എന്ന വാർത്തയാണ് ഇപ്പോൾ വരുന്നത്. രതീഷ് വാസുദേവനാണ് വിവരങ്ങൾ നൽകിയത്.